അതെ താനോ സാർ കലൂർ ദേവീക്ഷേത്രത്തിന്റെ അടുത്താണ് എൻ്റെ വീട്. ഞാൻ അവിടുന്ന് രാവിലെ ഇറങ്ങി സ്റ്റേഡിയത്തിലേക്ക് നടക്കുമ്പോൾ ഇയാൾ എൻ്റെ പിന്നാലെ ഉണ്ടാവും. അവിടുന്ന് നേരെ മെട്രോ കയറാൻ MG റോഡിലേക്ക് മെട്രോ കയറാൻ അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ അവിടെ ഉണ്ടാവും ഇയാൾ. എന്നിട്ട് പഴം പുഴുങ്ങി ഒരു ചിരിയും ചിരിക്കും. പിന്നെ MG റോഡിൽ നിന്ന് നേരെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് നടക്കുന്നത്. അപ്പോഴും ഇയാൾ ബാക്കിലുണ്ടാവും. ഓഫീസിൽ എത്തിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാൾ ഉണ്ടാവില്ല. ഇല്ല സാർ, ഇത് തന്നെ വൈകുന്നേരം റിപ്പീറ്റ്. ഓഫീസിൽ നിന്ന് നേരെ മെട്രോയിലേക്ക് അവിടെ ഇയാൾ പുറകിലുണ്ടാവും. മെട്രോയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാവും. പക്ഷെ വീട്ടിൽ എത്തിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാൾ ഉണ്ടാവില്ല. സാർ ഇയാൾ ഭയങ്കര സ്റ്റോക്കിംഗ് ആണ് സാർ, ഫോളോയിങ് ആണ്. ഇയാൾക്കെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. സാറേ ഇതെന്താ എവിടെ പറഞ്ഞു പോണതൊക്കെ കൂടെ സ്റ്റോക്കിങ്? നിക്ക് ഈ പെങ്കൊച്ച് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? സത്യം ഉണ്ടോന്ന് ചോദിച്ചാൽ സാറേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഈ പെങ്കൊച്ച് പറഞ്ഞതിൽ സത്യമുണ്ടോ ഇല്ലയോ? CCTV മുഴുവൻ നീ എന്നെ കൊണ്ട് നോക്കിപ്പിക്കരുത് സാറേ. CCTV ഒന്നും എടുത്ത് നോക്കണ്ട, പറഞ്ഞ ശരിയാണ്. പക്ഷെ എന്റെ ഇന്റൻഷൻ വേറെയാണ് ആക്ച്വലി. എന്താടാ സാർ ഇയാൾ ഓൾറെഡി നേരത്തെ സമ്മതിച്ചതാണല്ലോ. ഇനി ഞാൻ സ്റ്റേഷനിലേക്ക് വരണോ? അവന്റെ പൊന്നെ അവിടെ നിക്ക്. എല്ലാരും സ്റ്റേഷനിലേക്ക് എടുക്കല്ലേ, നമുക്ക് ഇവിടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം. എന്താടാ പ്രശ്നം? സാർ ഒരു മിനിറ്റ് സാറേ. സാർ എന്ത് തീരുമാനം എടുത്താലും ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കരുത്. എന്താണ് സാർ, ഒരാൾ പെട്ടെന്നൊരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലിടുവോ? ഇടും. എടാ ഈ പെങ്കൊച്ചിന്റെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ജയിലിലിടും. എന്താണ് സാറേ? നീ ഒരു മിനിറ്റ് മാറിയെന്ന് മേഡം. ഒരു മിനിറ്റ് സാർ. ഇതിനിപ്പോ മാഡം ഒരു മിനിറ്റ്. ഒരാൾ തെറ്റ് സമ്മതിച്ച് പ്രായശ്ചിത്തം ചെയ്ത് നന്നാവുന്നതാണോ നല്ലത്, അതോ കുറ്റം ആരോപിക്കപ്പെട്ട അയാൾ വീണ്ടും ആ കുറ്റം തെളിയിച്ചിട്ടുണ്ടോ എന്ന് എന്നെ പോലുള്ളവർ അന്വേഷിച്ച് നടന്ന് അത് സമ്മതിപ്പിച്ച് അയാളെ ശിക്ഷ കിട്ടുന്നോടം വരെ കാത്തിരിപ്പിക്കുന്നതാണോ നല്ലത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അയാൾ ഇനി ഇത് ആവർത്തിക്കരുത്. അയാളൊരു സോറി പറഞ്ഞ ഈ പ്രശ്നം തീരുമോ? സോറി മാത്രം പറഞ്ഞാൽ പോരാ, ഇനി അത് ആരോടും ഇനി അയാൾ ചെയ്യാൻ പാടില്ല. എന്നോട് നല്ല ഒരു പെണ്ണിനോടും വഴിയുണ്ടാക്കാം. താൻ ചെന്നൊരു സോറി പറ. ഞാൻ എന്തിനാണ് സാറേ സോറി പറയണത്? താൻ സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ പ്രശ്നം തീരും. താൻ ചെന്നൊരു സോറി പറ. എന്താ സോറി? എടാ ഒരു സോറി പറയടാ. ഞാനൊക്കെ എന്തായാലും വീട്ടിൽ സോറി പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം തീർക്ക്. സത്യം എന്ന് പറയുന്ന ഒരു സാധനമില്ല. സോറി.